നമസ്കാരം. 12ാം ക്ലാസ് രസതന്ത്രം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന 9ാമത്തെ യൂണിറ്റിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിലൂടെ എന്താണ് ഒരു മെറ്റൽ ആറ്റമെന്നും അതിൻ്റെ സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ്, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് സെൻട്രൽ മെറ്റലുമായി അല്ലെങ്കിൽ മെറ്റൽ അയോണുമായി ബൈൻഡ് ചെയ്യും. അത് നോൺ അയണൈസബിൾ ആയിട്ടുള്ള വാലൻസി എന്ന നിലയിലാണ് കാണുന്നത്. അതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കുറച്ചുകൂടി വിശദമായ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് പരിചയപ്പെടേണ്ടതുണ്ട്. സം ഇമ്പോർട്ടൻറ്റ് ടേംസ് പെർട്ടൈനിങ് ടു കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കോർഡിനേഷൻ എൻറ്റൈറ്റി എന്നൊരു ടേമാണ്. സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ together with the neutral molecule or ions associated with the metal atom or ion through secondary valencies. അതിനെ ചേർത്താണ് നമ്മൾ കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് വിളിക്കുന്നത്. That coordination entity may be neutral, a positive ion or negative ion. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണും സെക്കൻഡറി വാലൻസി ഉപയോഗിച്ച് ആ സെൻട്രൽ മെറ്റലുമായി ബൈൻഡ് ചെയ്തിട്ടുള്ള ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ്, ഇതെല്ലാം കൂടി ചേർന്ന ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് വിളിക്കുന്നത്. അത് ന്യൂട്രൽ ആകാം, കാറ്റയോൺ ആകാം, ആനയോൺ ആകാം. എക്സാമ്പിളായി നമ്മൾ COCl3NH3 3 ടൈംസ് എന്ന ഒരു കോംപ്ലക്സ് പരിശോധിച്ചാൽ, കഴിഞ്ഞ ദിവസം വെർണർ കോർഡിനേഷൻ തിയറി പഠിച്ചപ്പോൾ എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിനെ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ആണ് സെൻട്രൽ മെറ്റലും അതുമായി സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിട്ടുള്ള ന്യൂട്രൽ മോളിക്യൂൾസും അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസും എല്ലാം ചേർത്ത് എഴുതുന്ന ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ്. അപ്പോൾ അങ്ങനെ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്ന ഈ സ്പീഷീസുകളെല്ലാം കൂടി ചേർത്താണ് നമ്മൾ കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ, നിങ്ങൾ സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക, COCl3NH3 3 ടൈംസ് എന്ന സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ആ സ്പീഷീസ് നോക്കിയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് വിളിക്കാം. അതുപോലെ മറ്റ് എക്സാമ്പിൾസും കൊടുത്തിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടേം സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ എന്നുള്ളതാണ്. അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് കോർഡിനേഷൻ എൻറ്റൈറ്റിയിൽ ഏത് മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണുമായിട്ടാണോ ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്, അതൊരു പ്രത്യേക ജിയോമെട്രിക്കൽ അറേഞ്ച്മെന്റിലായിരിക്കും ആ ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ഇരിക്കുന്നത്. സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിട്ടുള്ളവയാണത്. അപ്പോൾ ആ ഏത് മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണുമായിട്ടാണോ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ബൈൻഡ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്ന് വിളിക്കുന്നത്. Central atom or ion is the atom to which a fixed number of molecules or ions are bound in a fixed geometry. Okay. Third term is very important, that is ligands. In the coordination entity, we have seen what a central metal atom or ion is. We discussed that some neutral molecules or negative ions are bound to the central metal through secondary valencies. Those groups, that means neutral molecules or negative ions, those bound to the central metal through secondary valencies are called ligands. In the discussion of coordination compounds, the term ligand is very much important. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കോർഡിനേഷൻ എൻറ്റൈറ്റിയിൽ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്താ നമ്മൾ കണ്ടു. ആ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോണുമായി സെക്കൻഡറി വാലൻസ് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിട്ടുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസ്, പൊതുവെ ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് വിളിക്കാം. അവയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിഗാൻഡുകൾ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡിസ്കഷനിൽ ലിഗാൻഡ് എന്നുള്ള ടേം.
എക്സാമ്പിളായി പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത മോളിക്യൂൾ തന്നെ ഒന്നുകൂടി പരിശോധിച്ചാൽ CO NH3 3 ടൈംസ് Cl3 എന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കോർഡിനേഷൻ എൻറ്റൈറ്റി പരിശോധിച്ചാൽ അതിനകത്ത് CO3+ അയോൺ ആണ് സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ അയോൺ എന്ന നിലയിൽ പറയാൻ കഴിയുന്നത്. അതിനുശേഷം വരുന്ന 3 NH3 ഗ്രൂപ്പുകളും 3 Cl- അയോണുകളും അവിടെ അറിയപ്പെടുന്നത് ലിഗാൻഡുകൾ എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ലിഗാൻഡിന്റെ കുറച്ച് വിശദാംശങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത ടേമിലേക്ക് പോകാം. ലിഗാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിഗാൻഡുകൾ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണ് എന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ കണ്ട സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്നുള്ളതിനെ നമുക്ക് ലൂയിസ് ആസിഡുകൾ എന്ന് വിളിക്കാം. ലൂയിസ് ആസിഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററിനെയാണ് നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലൂയിസ് ബേസ് പോലെ ആക്ട് ചെയ്യാൻ കഴിയുന്ന സ്പീഷീസുകളായിരിക്കും തീർച്ചയായും ലിഗാൻഡുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലിഗാൻഡുകളിൽ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉള്ള ലിഗാൻഡ് ആണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാറ്റം മാത്രമായിരിക്കും അതിനകത്ത് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ചില കേസിൽ ലിഗാൻഡ് ആയി വരുന്നത് ഒരു ആറ്റം മാത്രമുള്ള ഒരു സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ വ്യത്യസ്ത രീതിയിലുള്ള ലിഗാൻഡ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഈസ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്. Unidentate ligand means that ligand bind to the metal atom or ion through a single donor atom. ഒറ്റ ഡോണർ ആറ്റം വഴി മാത്രം ലിഗാൻഡ് മെറ്റലുമായി ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിഗാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ അത് ഒരാറ്റം മാത്രമുള്ള ഒരു നെഗറ്റീവ് അയോൺ ആ രീതിയിൽ ആക്ട് ചെയ്യാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം പരിശോധിച്ചാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ആറ്റം ആയിരിക്കും ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതുവഴിയും ബൈൻഡ് ചെയ്യാം. അപ്പോൾ അതിന് എക്സാമ്പിൾ പരിശോധിച്ചാൽ Cl- അയോൺ ഒരു ലിഗാൻഡ് ആണ്. അപ്പോൾ അതൊരു സിംഗിൾ ആറ്റം മാത്രമുള്ള സ്പീഷീസ് ആണ് Cl- അയോൺ എന്നുള്ളത്. അതുപോലെ തന്നെ ആ ഹാലജൻ ഫാമിലിയിൽ വരുന്ന ഹാലൈഡ് അയോണുകളൊക്കെ തന്നെ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്ന സ്പീഷീസുകളാണ്. മോളിക്യൂൾസ് പരിശോധിച്ചാൽ വാട്ടർ മോളിക്യൂൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് വാട്ടർ മോളിക്യൂൾ. ആ വാട്ടർ മോളിക്യൂളിലെ ഓക്സിജന് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും, അത് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. NH3 മോളിക്യൂൾ അമീൻ എന്നാണ് അതിനെ നമ്മൾ ലിഗാൻഡായിട്ട് വരുമ്പോൾ വിളിക്കുന്നത്. NH3 മോളിക്യൂളിന് അമോണിയ എന്നായിരിക്കില്ല, ലിഗാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പേരൊക്കെ പറയുമ്പോൾ അമിൻ എന്ന രൂപത്തിലായിരിക്കും അതിനെ പറയുന്നത്. അതിനകത്ത് നൈട്രജൻ വഴി ലിങ്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിഡെൻഡേറ്റ് ലിഗാൻഡുകളുണ്ട്. അടുത്തൊരു ടൈപ്പ് ലിഗാൻഡിലേക്ക് പോകുമ്പോൾ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് മീൻസ് എ ലിഗാൻഡ് വിച്ച് ക്യാൻ ലിങ്ക് ടു ദ മെറ്റൽ ത്രൂ എ സിംഗിൾ ഡോണർ ആറ്റം only. Then we can understand what is bidendate ligand. From the name itself, we can understand what is a bidendate or didendate ligand. If a ligand can bind to the metal through two donor atoms at a time, it can be termed as a didendate ligand. For example, ethane 1,2-diamine എന്ന ഒരു മോളിക്യൂൾ, ഒരു ഓർഗാനിക് മോളിക്യൂളാണ്. അത് പരിശോധിച്ചാൽ NH2 CH2 CH2 NH2 എന്നുള്ളതാണ്. എത്തിലീൻ ഡയമീൻ എന്ന് നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാം. അതിനെ അബ്രിവിയേറ്റ് ചെയ്യുന്നത് EN എന്ന നിലയിലാണ്. അപ്പോൾ അതൊക്കെ അബ്രിവിയേഷനും അതിൻ്റെ പേരും ഒക്കെ നമുക്ക് പിന്നീട് ആവശ്യമായി വരും. അപ്പോൾ അതിനകത്ത് രണ്ട് ടെർമിനലായിട്ട് NH2 CH2 CH2 NH2 എന്ന് എഴുതുമ്പോൾ രണ്ട് അറ്റത്തായിട്ട് രണ്ട് NH2 ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ആ രണ്ട് NH2 ഗ്രൂപ്പുകളുടെയും നൈട്രജൻ വഴി ഒരേ സമയം സെൻട്രൽ മെറ്റലുമായി ബൈൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതൊരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. മറ്റൊരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് ഓക്സാലേറ്റ് ആനയോൺ. CO- കാർബണിൽ ബോണ്ട് വരുന്ന അടുത്ത CO-. അപ്പോൾ രണ്ട് O- വഴിയും ഒരേ സമയം സെൻട്രൽ മെറ്റലുമായി ബൈൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതൊരു ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. അങ്ങനെ നിരവധിയായ ഡൈഡെൻഡേറ്റ് ലിഗാൻഡുകളുണ്ട്. പിന്നീട് നമ്മൾ പറയുമ്പോൾ അടുത്ത കാറ്റഗറിയായി പറയാൻ കഴിയുന്നത് ട്രൈഡെൻഡേറ്റ് ഓർ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന കാറ്റഗറിയാണ് നമ്മൾ അടുത്ത ലിഗാൻഡ് ടൈപ്പ് ആയി പറയുന്നത്. അപ്പോൾ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് മീൻസ് എ ലിഗാൻഡ് വിച്ച് ക്യാൻ ബൈൻഡ് ടു ദ മെറ്റൽ ത്രൂ more than two donor atoms.
or 3 or more donor atoms. Okay, ligand which can bind to the metal through 3 or more donor atoms. If it is 3 donor atoms, then that ligand can be called as tridentate. If 4 donor atoms are linked to the central metal at a time, then it is a tetradentate. Okay, there are examples for these polydentate ligands as shown in the screen. EDTA 4- is an important polydentate ligand. EDTA 4- means ethylene diamine tetraacetate anion. Ethylene diamine tetraacetate anion is a very important polydentate ligand. You can see the structure of this EDTA 4- and how it binds to a metal through the 6 coordination sites or through the 6 donor atoms is well expressed in this figure. Okay. Also, you can see the ligand NCS2CS2NH2 3 times, which is abbreviated as TREN, TREN, TREN. It is a tetradentate ligand. It can bind to the metal through the 4 nitrogen atoms present in the molecule, and how it coordinates with the central metal is as shown in the screen. We have seen what ligands are and the classification of ligands into unidentate ligand, didentate ligand and polydentate ligand based on the number of donor atoms through which these ligands can coordinate to the central metal. Then for didentate and polydentate ligands, when they coordinate to the metal through 2 or more coordination sites, a special type of complexes are formed. Those are called chelates. And those ligands responsible for forming these chelates are called chelating agents or chelating ligands. If a didentate ligand bind to the metal through its different coordination sites at a time, then a ring structure is obtained. Okay. In all chelates, such ring structures can be seen. Also, very important thing about chelate complexes are, those are very stable compared to those complexes containing unidentate ligands. Next type of ligand is ambidentate ligand. In case of certain ligands, they contain 2 coordination sites or 2 donor atoms, but they bind to the metal through only 1 donor atom. That is, ambidentate ligand means ligand which has 2 donor atoms, but it binds to the metal through 1 donor atom only at one time. Okay. For example, NO2- is an important ambidentate ligand. NO2- can link to the central metal through O- part or through N part. When it binds to the metal through N, then it is called nitrito-N, and when it is bind to the metal through O, then it is called nitrito-O. Similar is the case of SCN-. It can bind to the metal through sulfur as well as through nitrogen. Next term is coordination number. While we were discussing Werner's coordination theory, we have seen that coordination number is equal to the secondary valency. That is, in a coordination entity, a fixed number of ligands are attached to the central metal through their secondary valences. The number of ligand donor atoms bound to the central metal in a coordination entity is called coordination number of the central atom or ion. The number of ligand donor atoms attached to the central metal in a complex is called the coordination number of the central metal or ion. It is fixed for a particular central metal or central metal ion. For example, in the complex PtCl6 2-, the coordination number of platinum 4+ ion is 6. In the case of FeC2O4 3 times 3-, the coordination number is 6. If we
examine that complex FeC2O4 3 times 3 minus, we can see that there is only 3 ligands, C2O4 thrice, 3 ligands. But we have to keep it in mind that that ligand is didentate. 2 donor atom links to the central metal. Therefore, a total of 6 donor atoms bind to the central metal, and hence the coordination number of Fe3 plus is 6 there. Okay. Similar is the case with the complex COEN thrice 3 plus. The coordination number of CO3 plus ion is 6 there. Okay. The fifth term we have to consider is coordination sphere. At first, we understood what a coordination entity is. That is, the central metal atom or ion together with the ligands is called coordination entity, and that coordination entity is put in a square bracket. That is, the central metal atom or ion and all the ligands present or all the ligands attached to that metal are put together in a square bracket. It is called coordination sphere. There may be other species outside this coordination sphere. If the coordination sphere has a positive or negative charge, a counter ion will be there. Okay. Then, for example, in the complex K4FeCN6, K plus is the counter ion and FeCN6 4 minus is the coordination sphere. Sixth one is coordination polyhedron. In the coordination entity or coordination sphere, the ligands attached to the central metal are arranged in space in certain fixed geometry according to the coordination number. If the coordination number is 6, then the ligands are in octahedral positions around the central metal. If the coordination number is 4, then the ligands are arranged in square planar or tetrahedral shape. Another term is oxidation number of central atom or ion. We know that in the coordination sphere there is central metal atom or ion and the ligands. When the ligands are removed along with their electron pairs, then the charge on the central atom is called oxidation number of the central atom. ഒരു കോർഡിനേഷൻ സ്ഫിയറിനകത്തുള്ള ലിഗാൻഡുകളെല്ലാം അവ ബോണ്ടിങ്ങിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ പേഴ്സ് സഹിതം അങ്ങ് നീക്കം ചെയ്താൽ പിന്നെ അവിടെയുള്ള സെൻട്രൽ മെറ്റലിന് എന്ത് ചാർജ് ഉണ്ടാകും, അതാണ് ആ സെൻട്രൽ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളത്. എക്സാമ്പിളായി പറഞ്ഞാൽ CuCN 4 times 3 minus എന്ന ഒരു കോംപ്ലക്സ് അയോൺ പരിശോധിച്ചാൽ അതിനകത്തുള്ള 4 CN മൈനസ് അയോണുകളും അവയുടെ ഇലക്ട്രോൺ പെയർ സഹിതം അങ്ങ് നീക്കം ചെയ്താൽ കോപ്പറിനുണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് 1 ആണ്. അപ്പൊ അതുകൊണ്ട് ആ സ്പീഷീസിലെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 1 എന്ന് നമ്മൾ പറയും. ഓക്കെ. ലാസ്റ്റ് ടേം explained in the textbook is homoleptic and heteroleptic complexes. If in a complex the central metal is bonded to only one type of group or one type of ligands, then it is called a homoleptic complex. If two or more different types of donor groups are attached to the central metal in a complex, it is called a heteroleptic complex. For example, CONH3 6 times 3 plus is a homoleptic complex because only NH3 groups there. But if we consider the complex CONH3 4 times Cl2 plus, then there are NH3 and Cl minus are present as ligands. Different types of ligands are there, therefore it is a heteroleptic complex. We discussed the important terms pertaining to the coordination compounds. Those were: first one, coordination entity, central atom or ion, ligands, coordination number, coordination sphere, coordination polyhedron, oxidation number of central atom, homoleptic and heteroleptic complexes. All these terms can be illustrated through this figure.
you can observe that. The complex given here is K4 FeCN 6 times. Here coordination entity is Fe and Cn 6 times associated with that metal atom. Then the central atom is here, it is central metal ion Fe2 plus ion. Then ligands are the negative ions Cn minus attached to the Fe2 plus atom. Then coordination number of Fe2 plus here is 6 because all the ligands Cn minus are unidentate ligands. Okay, then the coordination sphere, you can see there FeCN 6 times, that is put in a square bracket. Okay, that is called coordination sphere. Then the counter ion is K plus ions outside this coordination sphere. Next term is coordination polyhedron. Here 6 cyanide groups act as ligands. Those 6 cyanide groups are at the corners of an octahedron around Fe2 plus ion. Next term, oxidation number of the central atom. Here iron is the central atom. If we remove Cn minus ions, 6 Cn minus ions with their electron pairs from that coordination entity, we can see that Fe has a charge of positive 2. Therefore, oxidation number of iron in this complex is positive 2. Then the last term we have gone across is homoleptic and heteroleptic complexes. Here iron is bind to Cn minus ions only. That means only one type of donor atoms are there with iron. Therefore, it is a homoleptic complex. അപ്പോൾ ഇത്രയുമാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ടേംസ്. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കോംപ്ലക്സ് സ്പീഷീസുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള ടേം വൈസ് ആയിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നോമൻക്ലേച്ചർ, ഒരു കോംപ്ലക്സ് കിട്ടിയാൽ അതിൻ്റെ പേരെഴുതുന്നത് അല്ലെങ്കിൽ ഒരു ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.